ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടാലി പ്രൈമിൽ എങ്ങനെ വൗച്ചർ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യും, അതുപോലെ ഓൾട്ടർ ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. നമ്മുടെ ചാനലിൽ ടാലി പ്രൈമിനെ കുറിച്ചുള്ള വീഡിയോസ് അവൈലബിൾ ആണ്. കാണാത്തവർക്കായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക്സ് കൊടുത്തിട്ടുണ്ട്, കാണാൻ ശ്രമിക്കുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി വൗച്ചർ ടൈപ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനു മുമ്പ് ടാലിയിൽ നമുക്ക് ഓൾറെഡി പ്രൈമറിലി വൗച്ചർ ടൈപ്സ് അവൈലബിൾ ആണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 24ഓളം വൗച്ചർ ടൈപ്സ് ഉണ്ട്. ഇതിൽ തന്നെ നമുക്ക് സ്ഥിരമായി ഉപയോഗിക്കേണ്ടി വരുന്ന കോൺട്രാ, ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട്, അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ജേണൽ, അതുപോലെ നമുക്ക് വേണ്ടി വരുന്ന സ്ഥിരമായി ഉപയോഗിക്കേണ്ടി വരുന്ന പേയ്മെൻറ്റ്, പർച്ചേസ്, അതുപോലെ റിസീപ്റ്റ്, അതുപോലെ തന്നെ നമുക്ക് വേണ്ടി വരുന്ന സെയിൽസ്, ഇങ്ങനെയുള്ള വൗച്ചേഴ്സും ഉണ്ട്. അത് കൂടാതെ തന്നെയുള്ള വൗച്ചേഴ്സും ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ബിസിനസ്സിനനുസരിച്ച്, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കിത് ഉപയോഗപ്പെടുത്താവുന്ന വൗച്ചേഴ്സുകളാണ്. ഇനി നമുക്ക് എങ്ങനെ വൗച്ചർ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി നമ്മൾ ക്രിയേറ്റ് സെലക്ട് ചെയ്യുന്നു. അതിൽ തന്നെ അക്കൗണ്ടിങ് മാസ്റ്റേഴ്സിൽ വൗച്ചർ ടൈപ്പ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് വൗച്ചർ ടൈപ്പ് ക്രിയേഷൻ എന്നുള്ളൊരു ബോക്സ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു പുതിയ വൗച്ചർ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാം. നമ്മളിവിടെ B2B സെയിൽസ് എന്ന ഒരു വൗച്ചർ ടൈപ്പാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സെയിൽസിൻ്റെ പർപ്പസിനാണ്, ഡീലർ ടു ഡീലർ സെയിൽസിനായിട്ടുള്ളൊരു വൗച്ചർ ടൈപ്പാണ് ഇവിടെ ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ B2B സെയിൽസ് എന്നുള്ള ഒരു വൗച്ചർ ടൈപ്പ് ചെയ്യുന്നു. സെലക്ട് ടൈപ്പ് ഓഫ് വൗച്ചർ എന്നുള്ളിടത്ത് നമ്മൾ സെയിൽസ് സെലക്ട് ചെയ്യുക. സെയിൽസിനായിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. നമ്മൾ ചെയ്തതിന് ശേഷം ഇവിടെ വേണ്ടത് സെറ്റ് ഓൾട്ടർ അഡീഷണൽ നമ്പറിംഗ് ഡീറ്റെയിൽസ് എന്നുള്ള ഒരു ഭാഗം വരുമ്പോൾ നമ്മൾ അവിടെ ചെയ്യേണ്ടത് നോ എന്നുള്ളിടത്ത് നമ്മൾ യെസ് കൊടുക്കുക. ഇവിടെ നമ്മൾ യെസ് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി ഇൻവോയ്സ് നമ്പർ, സ്റ്റാർട്ടിംഗ് നമ്പർ ഇവിടെ 1 എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇയർ സ്റ്റാർട്ടിംഗ് ഫ്രം ഇയർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ നമ്മൾ കുറച്ചുകൂടി ക്ലാരിറ്റിക്ക് ആയിട്ട് ഇവിടെ പ്രിഫിക്സ് ഡീറ്റെയിൽസും സഫിക്സ് ഡീറ്റെയിൽസും കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഈ കൊടുക്കുന്ന ഇൻവോയ്സ് നമ്പറിന് മുമ്പായിട്ട് നമുക്കിവിടെ പ്രിഫിക്സായി KPT, ക്യാപിടാക്സിൻ്റെ ഷോർട്ടായിട്ടുള്ള KPT/ എന്നുള്ളൊരു പ്രിഫിക്സ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. നമ്മുടെ ഇൻവോയ്സിലേക്ക് വരുമ്പോൾ KPT/1. ഇനി നമുക്ക് വേണ്ട സഫിക്സ് നമ്മളിവിടെ കൊടുക്കുന്നത് 2024-25 എന്നുള്ളതിൻ്റെ ഷോർട്ടായിട്ട് /24-25 എന്നുള്ള സഫിക്സ് ആണ് കൊടുക്കുന്നത്. നമ്മളിവിടെ സേവ് ചെയ്യുക. അതിനുശേഷം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇനി ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ ആപ്ലിക്കബിലിറ്റി അനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരുത്താം. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ പ്രിൻറ്റ് വൗച്ചർ ആഫ്റ്റർ സേവിങ് എന്നുള്ളിടത്ത് യെസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഈ ഒരു ബില്ല് നിങ്ങൾ സേവ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആവും. നമുക്ക് ആവശ്യമാണെങ്കിൽ യെസ് കൊടുക്കാം, അവിടെ യെസ് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോ ആയിട്ട് മുന്നോട്ട് പോകാം. ബാക്കിയുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങളുടെ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. അതിനുശേഷം നമ്മളിവിടെ കൺട്രോൾ-I കൊടുത്ത് സേവ് ചെയ്യുക. ഇനി നമ്മൾ ചെയ്ത വൗച്ചർ ടൈപ്പ് ഒന്ന് എടുത്ത് നോക്കാം. അതിനായി ഗേറ്റ്വേ ഓഫ് ടാലിയിൽ നമ്മൾ വൗച്ചേഴ്സ് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ B2B സെയിൽസിൻ്റെ വൗച്ചർ വന്നിട്ടുണ്ട്. F8 കൊടുത്ത് നമുക്കത് സെയിൽസിൻ്റെ വൗച്ചർ എടുക്കുമ്പോൾ B2B സെയിൽസും രണ്ട് വൗച്ചർ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആവും. ഇതിൽ നമുക്ക് B2B സെയിൽസ് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള B2B സെയിൽസ് വൗച്ചർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇനി ഇവിടെ നമുക്ക് പാർട്ടി നെയിം കൊടുക്കാം. അതിന് മുമ്പായിട്ട് നമ്മൾ ഇൻവോയ്സ് നമ്പർ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള KPT എന്നുള്ള പ്രിഫിക്സും അതുപോലെ 2024-25 എന്നുള്ള സഫിക്സും വന്നിട്ടുണ്ട്. ഇവിടെ സുമേഷ് ആൻഡ് കമ്പനി എന്നുള്ള പേരിൽ നമ്മളൊരു വൗച്ചർ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇനി നമുക്ക് വൗച്ചർ ടൈപ്പിൽ ഓൾട്രേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഗേറ്റ്വേ ഓഫ് ടാലിയിൽ ഓൾട്ടർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ വൗച്ചർ ടൈപ്പ് സെലക്ട് ചെയ്യാം അക്കൗണ്ടിങ് മാസ്റ്റേഴ്സിൽ നിന്ന്.
ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് സെയിൽസ് ഓർഡർ എന്നുള്ളൊരു വൗച്ചർ ടൈപ്പാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ നെയിമിൽ നമ്മൾ വ്യത്യാസം വരുത്തുകയാണ്. ഇവിടെ സെയിൽസ് ഓർഡർ എന്നുള്ളിടത്ത് നമ്മൾ ഓർഡറിന് പകരം കൊട്ടേഷൻ എന്നുള്ളൊരു ടേമാണ് നമ്മൾ ഓൾട്ടർ ചെയ്യുന്നത്. സെയിൽസ് കൊട്ടേഷൻ എന്നുള്ളൊരു പേരിലേക്ക് നമ്മളിത് ഓൾട്ടർ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള ചേഞ്ചസ് വരുത്താനായിട്ട് സെലക്ട് ടൈപ്പ് ഓഫ് വൗച്ചറിൽ സെയിൽസ് ഓർഡർ കൊടുത്തു. അബ്രീവിയേഷനിൽ നമ്മൾ സെയിൽസ് ഓർഡർ ആക്കുന്നു, സെയിൽസ് ഓർഡർ ആക്കി മാറ്റുന്നു. അതിനുശേഷം നമുക്ക് സെയിൽസ് ഓർഡർ ആക്കിയതിന് ശേഷം ഇവിടെ സെയിൽസ് ഓർഡർ എന്ന് കൃത്യമായി ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് മെത്തേഡ് ഓഫ് വൗച്ചർ നമ്പറിങ് ഓട്ടോമാറ്റിക് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ഓട്ടോമാറ്റിക് കൊടുത്തതിന് ശേഷം സെറ്റ് ഓൾട്ടർ അഡീഷണൽ സെറ്റിങ്സിൽ നമുക്ക് B2B സെയിൽസ് വൗച്ചറിൽ കണ്ടതുപോലെ തന്നെ സഫിക്സ് ഓപ്ഷനും പ്രിഫിക്സ് ഓപ്ഷനും കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിലും. ശേഷം നമ്മൾ ഇതിൽ വേണ്ട ഓപ്ഷൻസ് നമ്മൾ സെലക്ട് ചെയ്ത് കൺട്രോൾ കൊടുത്ത് സേവ് ചെയ്യുക. ഇനി നമുക്ക് വൗച്ചർ ടൈപ്പ് ഓൾട്ടർ ചെയ്ത് നോക്കാം. അതിനായി നമുക്ക് വൗച്ചർ സെലക്ട് ചെയ്യാം. ഇവിടെ F10 സെലക്ട് ചെയ്യാം. നമുക്ക് അതർ വൗച്ചേഴ്സ് കാണാനായിട്ട് F10 നമ്മൾ എടുത്തതിന് ശേഷം പ്രസ് ചെയ്തതിന് ശേഷം നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ലിസ്റ്റ് ഓഫ് വൗച്ചർ ടൈപ്സിൽ നമുക്ക് കാണാം, ഒരുപാട് വൗച്ചേഴ്സ് കാണാൻ. ഇതിൽ നമുക്ക് സെയിൽസ് കൊട്ടേഷൻ നമുക്കിവിടെ കാണാം. കൺട്രോൾ F8 കൊടുത്ത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ സെയിൽസ് കൊട്ടേഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. ഇനി കൂടുതൽ നമുക്ക് വൗച്ചേഴ്സ് കാണണമെങ്കിൽ നമുക്കിതിൽ ഷോ ഇനാക്റ്റീവ് എന്നുള്ളിടത്ത് നമുക്ക് ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഇവിടെ സെയിൽസ് കൊട്ടേഷനിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വൗച്ചർ എൻ്റർ ചെയ്യാവുന്നതാണ്. ഈ വൗച്ചർ എൻ്റർ ചെയ്യുന്നത് നമുക്ക് അടുത്തൊരു വീഡിയോകളിൽ കാണാവുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ഇതുപോലുള്ള യൂസ്ഫുൾ ആൻഡ് അപ്ഡേറ്റഡ് വീഡിയോസിനായിട്ട് ക്യാപിടാക്സ് ഇന്ത്യയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.